നല്ല ചിന്ത കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാം. പുതിയ നിയമത്തിനകത്ത് യേശു ക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ച് സ്വർഗത്തിൽ നിന്ന് ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി മറിയോട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നീ ഒരു മകനെ പ്രസവിക്കും. അവളുടെ ചോദ്യം തിരിച്ച് ലൂക്കോസ് 1:18 ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഗബ്രിയേൽ ദൂതന്റെ മറുപടി, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞ ദൈവിക പ്രവചനങ്ങളുടെ കലവറയാണ്. മറിയ ആഗ്രഹിച്ചതല്ല, മറിയ ചോദിച്ചു വാങ്ങിയതുമല്ല. മറിയോട് അതിനു മുമ്പ് അങ്ങനെ ഒരു പ്രവചനം പറയുമെന്ന് മറിയയുടെ പേരുകൂട്ടി പഴയ നിയമത്തിൽ എവിടെ ഒരിടത്തും കണ്ടിട്ടില്ല. സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞിട്ടുണ്ട്, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ബൈബിളിലുണ്ട്. പക്ഷേ മറിയ എന്ന ഭാഗ്യവതിയെ, കൃപ ലഭിച്ചവളെ സ്വർഗം അതിനു വേണ്ടി തെരഞ്ഞെടുത്തു. എന്നാൽ അതേ കാലയളവിൽ ചെറിയ ഡിഫറൻസിൽ സഖരിയ പുരോഹിതന്റെ ഭാര്യയായ എലിസബത്ത്, അവൾക്കൊരു തലമുറ ഇല്ലാത്തത് കൊണ്ട് അവൾ ഒത്തിരി നിന്ദിക്കപ്പെട്ട് കഴിഞ്ഞു. അവൾ ഒത്തിരി നിന്ദാപാത്രമായിരുന്നു. അവൾ ദൈവത്തോട് ഒരുപാട് കരഞ്ഞു. അവളുടെ അടുക്കലും ദൂതനെത്തി. പക്ഷേ ദൂതൻ പറഞ്ഞത് മറിയ വിശ്വസിച്ചു. പക്ഷെ പുരോഹിതനായ സഖരിയാവ് വിശ്വസിച്ചില്ല. ഇന്നും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. വിശ്വാസികൾ വിശ്വസിക്കും, പക്ഷെ പുരോഹിതന്മാർക്കും ചില കാര്യങ്ങളൊക്കെ അറിയാവുന്ന, ന്യായപ്രമാണമൊക്കെ കാണാപ്പാടം പഠിച്ച് തുന്നലുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് എല്ലാവരുടെയും മുമ്പിൽ അവൻ സഭയുടെ ഔദ്യോഗിക പദവി ഉണ്ടെന്ന് അലങ്കരിക്കുന്ന പലർക്കുമാണ് ഈ പ്രവചനത്തിലൊന്നും വലിയ താല്പര്യമില്ലാത്തത്. സഖരിയാവിന് പ്രവചനം വിശ്വാസമായില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? തുടർന്നുള്ള നാളുകളിൽ ആ പ്രവചനം പൂർത്തിയാകുന്നത് വരെ സഖരിയാവ് ഊമനായിരിക്കേണ്ടി വന്നു. അനന്തരം ബൈബിൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ എലിസബത്തും മറിയയും തമ്മിൽ മലനാട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ പിള്ള തുള്ളി. ഞാൻ ഈ ചിന്ത നിങ്ങളോട് ഇങ്ങനൊന്ന് പങ്കുവെക്കട്ടെ. മറിയയുടെ അകത്ത് ചോദിക്കാതെ കിട്ടിയ യേശു മശിഹായും എലിസബത്തിന്റെ അകത്ത് ചോദിച്ചു വാങ്ങിയ യോഹന്നാൻ, രണ്ടു ജന്മങ്ങൾ വളരുകയാണ്. ജീവനെ ചുമക്കുന്ന മറിയെ കണ്ടപ്പോൾ, എന്ന് പറഞ്ഞാൽ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും മാനവരാശിയുടെ രക്ഷകനായി പിറക്കാൻ പോകുന്ന യേശു ക്രിസ്തു, അതാണ് ജീവൻ എന്ന് പറഞ്ഞത്. ഉദരത്തിനകത്ത് വളരുന്ന എല്ലാത്തിനും ജീവനുണ്ട്. ഞാൻ ആ അർത്ഥത്തിലല്ല യേശു ക്രിസ്തുവിനെ ജീവൻ എന്ന് പറഞ്ഞത്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ലൈഫ്. യേശു ജീവനാണ്. മറിയ ചോദിക്കാതെ സ്വർഗം അവരുടെ അകത്തു പകർന്ന ഉലകത്തിന്റെ ജീവനായ, ഉലകത്തിന്റെ രക്ഷകനായ, ഉലക വെളിച്ചമായ, ജീവനുള്ള അപ്പമായ, ജീവന്റെ അപ്പമായ യേശുവിനെ കണ്ടപ്പോൾ, ആ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്താൻ വന്ന ആളാണ് എലിസബത്തിന്റെ ഉള്ളിലെ യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ ഉള്ളിൽ കിടന്ന് തുള്ളുകയാണ്. ഞാൻ ഇന്ന് ഈ കൊച്ചു വീഡിയോയ്ക്കകത്തൂടെ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ എല്ലാം അകത്ത് യോഹന്നാൻ സ്നാപകനല്ല, പകരം ജീവന്റെ അപ്പമായ ക്രിസ്തുവാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന അരിമത്യക്കാരൻ ജോസഫിന്റെ പാറയിൽ വെട്ടിയ കല്ലറടക്കപ്പെട്ട് റോമൻ സാമ്രാജ്യത്തിന്റെ ശബ്ദമുദ്രകളെ ഭേദിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്
പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയ പിതാവിന്റെ വലത്തുഭാഗത്ത് നിന്നും പക്ഷപാതം ചെയ്യുകയും എത്രയും വേഗം തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്കായി മടങ്ങി വരുമെന്ന് പറഞ്ഞ അരുമനാഥനായ ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് രക്ഷകനായി സ്വീകരിച്ച ദൈവത്തിന്റെ മക്കളെല്ലാം ജീവനെ ചുമക്കുന്നവരാണ്. ജീവനെ ചുമക്കുന്നവർ. ആമേൻ. മറിയ യേശുക്രിസ്തുവിനെ ഉദരത്തിൽ ചുമന്നു. ഈ കേൾക്കുന്ന നമ്മളെല്ലാവരും യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ചുമക്കുന്നവരാണ്. നമ്മളെ കാണുന്നവർക്ക് ചലനമുണ്ടാകണം. അതാണ് ഈ മെസ്സേജിനകത്തെ എൻ്റെ ആപ്തവാക്യം. മറിയയെ കണ്ടപ്പോൾ യോഹന്നാനിൽ ഒരു തുള്ളലുണ്ടായി. എലിസബത്തിന്റെ അകത്തൊരു ചലനമുണ്ടായി. ക്രിസ്തുവിനെ ചുമക്കുന്ന നമ്മെ, ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് കൊണ്ടു നടക്കുന്ന നമ്മെ കാണുന്നവരിലെല്ലാം ആ ചലനമുണ്ടാകണം. ആ ചലനം ഉണ്ടാകുന്നില്ലെങ്കിൽ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ പറയാ, നമ്മുടെ അകത്ത് ജീവനുള്ള ക്രിസ്തു ഇല്ല. ആദ്യം ജീവനുള്ള ക്രിസ്തുവിനെ ചുമക്കുന്ന നമുക്കൊരു ചലനം ഉണ്ടാകണം. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു ജീവനുള്ള ഒരു പൂച്ചക്കുഞ്ഞിനെയോ ഒരു പട്ടിക്കുട്ടിയോ ഒരു കുഞ്ഞാടിനെയോ നിങ്ങൾ കയ്യിലെടുത്തോണ്ടൊന്ന് നടന്നേ. ജീവനുള്ള ഒരെണ്ണം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ അറിയാതെ ചലിച്ചു തുടങ്ങും. കാരണം ജീവനുള്ളതിനെ കൊണ്ട് നിങ്ങൾക്ക് ചലിക്കാതെ നടക്കാൻ പറ്റില്ല. തലയിൽ 10 കിലോ അരി വെച്ചുകൊണ്ട് നടക്കുന്ന പോലെ, ഒരു തടി കഷ്ണം തലയിൽ വെച്ച് നടക്കുന്ന പോലെ, കയ്യിൽ ഒരു വലിയ ബാഗ് കൊണ്ട് നടക്കുന്ന പോലെ അല്ല. ജീവനുള്ള ഒന്നിനെ ചുമന്നുകൊണ്ട് നടന്നാൽ ചുമക്കുന്നവൻ ചലിക്കും. ഇനി നാം ചുമക്കുന്നത് അകത്ത് ജീവന്റെ രാജാവിനെ ആയതുകൊണ്ട്, ജീവന്റെ ദാതാവിനെ ആയതുകൊണ്ട് നമ്മളെ കാണുന്നവർ ആത്മാവിൽ ചലിക്കാൻ തുടങ്ങും. അതാണ് ചോദിക്കാതെ അകത്ത് കിട്ടിയ ജീവന്റെ രാജാവായ ക്രിസ്തു ചോദിച്ച് എലിസബത്ത് വാങ്ങിയ യോഹന്നാനും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, നമ്മൾ ഈ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ഒരു ചൈതന്യമായിരിക്കണം. നമ്മൾ ഈ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ചലനാത്മകമായ ജീവൻ കൊടുക്കുന്നവരായിരിക്കണം. നമ്മുടെ വാക്കുകളും നമ്മുടെ സാമീപ്യവും നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം മറ്റുള്ളവരിലെ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുന്നതായിരിക്കും, ജീവൻ കൊടുക്കുന്നതായിരിക്കട്ടെ. യേശുക്രിസ്തു അതാണ് പറഞ്ഞത്, ഞാൻ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും വന്നിരിക്കുന്നു. ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ഇടേ. നമുക്കും മറ്റുള്ളവർക്ക് ചൈതന്യമുള്ളവരാകാം, ചലിപ്പിക്കുന്നവരാകാം, ജീവനെ ചുമക്കുന്നവരാകാം. God bless you. God bless you. God bless you.